ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉഴുന്നൊന്നും ചേർക്കാത്ത ഒരു അടിപൊളിയായിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്കിത് പുളിപ്പിക്കുകയൊന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. മാത്രമല്ല എളുപ്പത്തിലുള്ള ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് നമ്മൾ വൈകുന്നേരം ആണ് ഇത് വെള്ളത്തിലിടുന്നത് കേട്ടോ. അരിയാണിത്. ഇത് നമ്മൾ പായസമൊക്കെ വെക്കുന്ന അരിയാണ്. ഇത് വേണമെന്നില്ല, അത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ പച്ചരി എടുത്താൽ മതി. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, ഇഡ്ഡലി റൈസ്, അതുപോലെ സാധാരണ പച്ചരി ഇത് എൻ്റെ കയ്യിലുണ്ട്. ഈ 2 തരം അരിയും എൻ്റെ കയ്യിലുണ്ട്. ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ നമ്മൾ പായസം വെക്കുന്ന പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/2 കപ്പോളം ചെറുപയർ പരിപ്പാണ്. ഇത് നന്നായിട്ട് രണ്ടും കൂടെ കഴുകിയെടുക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്ത് വന്നപ്പോൾ പച്ചരി പോലെ തന്നെ വെളുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുമ്പോഴാണ് ആ കളറ് വരുന്നത് കേട്ടോ. നെല്ല് മില്ലിൽ കൊണ്ട് റൈസ് ആക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതൊരു രാത്രി മുഴുവനും നമ്മളിതുപോലെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാലത്താണ് ഇത് അരച്ച് വെക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ രാത്രി പുളിപ്പിച്ചൊക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കുക. ഇത് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കൊന്നും വേണ്ട. നമ്മളിത് ദോശയ്ക്കാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു അരഭാഗം മാത്രമേ ഇത് അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും രണ്ടാമത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ള ഈ അരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കണം കേട്ടോ. തലേ ദിവസം എടുത്തു വെച്ച ചോറാണെങ്കിൽ അത്രയും നല്ലതാണ്. കുറച്ച് പുളിച്ച ചോറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ നമ്മളെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പോളം തന്നെ ചമ്പാവരി റൈസാണ് കേട്ടോ. ഇത് വേണമെന്നൊന്നുമില്ല, വൈറ്റ് റൈസ് ആയാലും മതി. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു 1/2 കപ്പോളം തന്നെ വെള്ളവും കൂടെ ചേർത്ത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ കുറച്ച് ലൂസിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കണക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ സ്പൂൺ വെച്ച് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മളിത് അടച്ചു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് കുറച്ച് സവാള, തക്കാളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും മാത്രമേ വേണ്ടുള്ളൂ. ഇഞ്ചി കുറച്ച് വലുതെടുത്തിട്ടുണ്ട്, ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. സവാള ഒരു 3 മതിയാവും. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 സ്പൂണോളം ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി 4 കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ആ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതല്ലാതെ തന്നെ ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇതുപോലെയുള്ള ചട്നിയും ചമ്മന്തി എല്ലാം ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി എല്ലാം ഇതിന് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ഉടഞ്ഞു വരുന്ന പാകത്തിനാവണം കേട്ടോ. ഞാനിതിൻ്റെ ഇടയിലൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ സവാളയൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് വഴന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ തന്നെ ഉടഞ്ഞിരിക്കുന്നുണ്ട്. ഇത്ര സമയം മാത്രം മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വെക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നോക്കാം, ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ പുളിച്ച് പൊങ്ങൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഉഴുന്ന് ചേർക്കാതെ ഇതുപോലെ പുളിച്ച മാവ് വേണം എന്നുള്ളവർക്ക് ഇത് ഇതേപോലെ തന്നെ രാത്രിയിൽ അരച്ച് വെച്ചാൽ മതിയാവും. ഇത് പക്ഷേ അധികം പുളിയില്ലാത്ത ഒരു ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഉഴുന്നൊന്നും ചേർക്കാതെ, ഉലുവയോ ഉഴുന്നോ അങ്ങനെ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മാവ് നല്ല കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ പുളിപ്പിച്ചിട്ടുള്ള മാവ് പോലെ തന്നെ ആയിരിക്കും ഇത് ഉണ്ടാക്കുമ്പോൾ. ഞാനിവിടെ ദോശത്തവ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇങ്ങനെ ഇത് വെച്ചിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത്. നല്ലൊരു മണമാണ് ദോശയ്ക്ക്. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ മാവ് കോരി ഒഴിച്ചതിന് ശേഷം സാധാരണ ദോശ പോലെ നല്ല ക്രിസ്പി ദോശയല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും കേട്ടോ. എന്നാലും പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഈ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇതൊന്ന് വെന്ത് വരട്ടെ. പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും. അതിനാണ് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ നല്ല കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓട്ടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉലുവ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസമാണ് വരിക കേട്ടോ. നമ്മളിത് പുളിപ്പിക്കാത്തതുകൊണ്ട് തന്നെ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. നല്ല രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ ദോശയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. പ്രത്യേകിച്ച് നമ്മളിതുപോലെ പായസം വയ്ക്കുന്ന പരിപ്പൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ചട്നിയുടെ തക്കാളിയൊക്കെ നമ്മൾ വഴറ്റി വെച്ചത് ഇതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സവാളയൊക്കെ ഇതുപോലെ തന്നെ വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ചൂടാറിയ ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടായിപ്പോവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ വെള്ളം നമ്മൾ ഈ കടായിലൊന്ന് ചുഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി വെള്ളം ചേർക്കരുത് കേട്ടോ. ഒരു 1/4 കപ്പോളം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്നിങ്ങനെ ചുഴറ്റിയെടുത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കുക. അതിന് മുന്നേ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൽ നമ്മൾ അധികം പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ തക്കാളിയുടെ പുളി തന്നെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചട്നി ഒരുവിധം ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതിയിലാണ് ചട്നി റെഡി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തിടാം. അപ്പോൾ ഞാനൊരു ചെറിയ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കടുക് പൊട്ടാനിട്ട് കൊടുക്കണം കേട്ടോ. 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം മതിയാവും. ബാക്കിയെല്ലാം നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല രുചിയാണ്. സാധാരണ ഉണ്ടാക്കുന്ന ദോശയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.